ഒരു മേഖലയും കൂടിയാണ് കോയിൻ ഫോർജ്. കോയിൻ ഫോർജ് പ്രീ ലോഞ്ചിങ് പീരീഡ് ആണ്, ഏകദേശം ഒരു 7 മാസം മാത്രമേ ഇതിന് സ്റ്റാർട്ടപ്പിലേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ ടോട്ടലി ടോക്കൺ ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ടോക്കൺ പ്രകാരം പ്രീ ലോഞ്ചിങ്ങിലൂടെ കമ്മ്യൂണിറ്റിയിലേക്ക് ടോക്കൺ കൊടുക്കുകയും ആ ടോക്കൺ മാത്രം സപ്ലൈ ചെയ്യുന്ന രീതിയില്ല, ആ ടോക്കൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിക്കൊണ്ട് ഇതിന്റെ ഫിനാൻഷ്യലി എല്ലാ ആൾക്കാർക്കും ഒരു ട്രസ്റ്റബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് കോയിൻ ഫോർജിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ടോട്ടൽ കോയിന്റെ കാൽക്കുലേഷൻ ആണ്. ഇവിടെ റോഡ് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം പറയുകയാണെങ്കിൽ 100 കോടി ക്രിപ്റ്റോ കറൻസിയാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. അതിലൂടെ ഏർലി അഡോപ്ഷന്റെ ഭാഗമായിട്ട് 5% മീൻസ് 5 കോടി, 100 കോടിയിൽ ഒരു 5 കോടി ഇതിന്റെ റിവാർഡ് അഡോപ്റ്റേഴ്സിനും അതേപോലെ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുന്നു, ഇതിലൂടെ വരുമാനം കൊടുക്കുകയാണ്, മീൻസ് കോയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 15%, 15 കോടി, ടോട്ടൽ 15 + 5 20 കോടി എന്ത് ചെയ്യുന്നു, ഏർലി അഡോപ്ഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, നേരത്തെ വന്ന ആൾക്കാർക്ക് അതിലൂടെ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് അതിന്റെ ടോക്കൺ കിട്ടുകയും അത് നാളെ ഇതിന്റെ ക്രിപ്റ്റോ അസറ്റായി മാറുകയാണ് ചെയ്യുന്നത്. സോ അതിനുശേഷം പറയുകയാണെങ്കിൽ പബ്ലിക്കലി പ്രീ സെയിലിംഗ് 15%. പബ്ലിക്കലിലെ ആൾക്കാർക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് USDT ആയിട്ടും മറ്റുള്ള കറൻസി ആയിട്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു 15 കോടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ലിക്വിഡിറ്റി ആൻഡ് ടെക്സ്, നമ്മൾ ഏതൊരു ക്രിപ്റ്റോ കറൻസിയുടെയും മാർക്കറ്റിലുള്ള വാല്യൂ എങ്ങനെയാണ് ഇത് നിന്ന് പോകുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എങ്ങനെയാണ്, ലിക്വിഡിറ്റി ആണ്. ഏതൊരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡീലിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ക്രിപ്റ്റോ കറൻസിക്ക് മാർക്കറ്റിൽ മതിയായ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസിയിലെ 10 കോടി ക്രിപ്റ്റോ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സിലൂടെയും പബ്ലിക് മാർക്കറ്റിലൂടെയും ലിക്വിഡിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും അവരെന്തെങ്കിലും എടുക്കത്തില്ല. അതിന് ഇക്വലന്റ് ആയിട്ട് എന്തുണ്ടാവും, ഇതിന്റെ USDT ഏതാണോ പെഗ്ഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ USDT ആണ് പെഗ്ഡ് ചെയ്തത് കൊണ്ട് USDT ആണ് അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എക്കോസിസ്റ്റം മൈനിങ് പ്രോഗ്രാമിലൂടെ ഒരു 20 കോടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് ഒരു 15 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ടിന്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പിലേക്ക് ആവശ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ ഒരു 15 കോടി മാത്രമാണ് അവർ വെക്കുന്നത് എങ്കിൽ അതിന്റെ അഡ്വൈസേഴ്സിന്, ടീംസിന് എന്ത് ചെയ്യുന്നു, അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക്, അഡ്മിൻ പാനലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കൂടിയിട്ട് ഒരു 10 കോടി എന്ത് ചെയ്യുന്നു, അവർ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ ട്രഷറി പാർട്ട്ണർഷിപ്പ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10% മീൻസ് 10 കോടിയും കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ടോട്ടലി ഒരു 100 കോടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും ഇതിന്റെ കറൻസി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റി ഒരിക്കലും വർദ്ധിക്കില്ല. വോളറ്റാലിറ്റി കറൻസിയുടെ പ്രത്യേകത ഒരിക്കലും വൺസ് ഇത് ഒരു ക്വാണ്ടിറ്റി മൈനിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ മൈനിങ് സപ്ലൈ എന്ത് ചെയ്യുന്നു, 100 കോടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കോടി എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു സംവിധാനം എവിടെ ഇല്ല, വോളറ്റാലിറ്റി കറൻസിക്ക് ഇല്ല. രണ്ട് ടൈപ്പ് കറൻസികളാണ് മാർക്കറ്റിൽ ഉള്ളത്. ഒന്ന് വോളറ്റാലിറ്റി കറൻസി, ഒന്ന് സ്റ്റേബിൾ കറൻസിയാണ്. നമുക്കിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്ന കറൻസി എന്താണ്, സ്റ്റേബിൾ കറൻസി ആണ്. ഇതിന്റെ ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈക്ക് USDT ആണ്. കൂടാതെ ഇതിന്റെ വോളറ്റാലിറ്റി കറൻസി മാർക്കറ്റിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് വോളറ്റാലിറ്റി കറൻസിയാണ്. അത് CF അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ ക്രിപ്റ്റോ കറൻസിയാണ് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുകയാണെങ്കിൽ എക്കോ സിസ്റ്റത്തിലെ മെയിൻ ഹൈലൈറ്റ്, നിങ്ങൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ വരുമാനം നേടാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, മൈനിങ് പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ആ അഫിലിയേഷൻ ചെയ്തുകൊണ്ട് മൈനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്ത് വന്ന ആൾക്കാരിലൂടെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് റിവാർഡുകൾ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ മൈനിങ് സപ്ലൈയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൂടെ വന്ന ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൂടെ ഇതിന്റെ ബൈബാക്ക് ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ എയർഡ്രോപ്പ് സിസ്റ്റം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോക്കണുകൾ ക്രിപ്റ്റോ കറൻസികളാക്കി മാറ്റാനുള്ള ഒരു സിസ്റ്റം ഇതിന്റെ ബാക്കിലുണ്ട്. പ്രീ സെല്ലിംഗ് ഇവന്റ് ഉണ്ട്, അതിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് റോയൽറ്റി പ്രോഗ്രാമാണ്. ഇതിന്റെ ലോയൽ കസ്റ്റമർക്ക് നാളെ ഇതിന്റെ കൂടെ കൺസിസ്റ്റൻസി ആയിട്ട് ലൈഫ് ടൈം നിൽക്കുന്ന ആൾക്കാർക്ക് ലൈഫ് ടൈം വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് റോയൽറ്റി പ്രോഗ്രാം. കൂടാതെ NFT മാർക്കറ്റ് പ്ലേസ്, നിങ്ങൾക്ക് ആ റോയൽറ്റി NFT രൂപ നോൺ ഫഞ്ചബിൾ ടോക്കൺ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നതെങ്കിൽ ആ നോൺ ഫഞ്ചബിൾ ടോക്കൺ നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റ് പ്ലേസിലൂടെ, മീൻസ് ഓപ്പൺ സീ മാർക്കറ്റ് പോലെയുള്ള, ബിനാൻസ് പോലെയുള്ള, എക്സ്ചേഞ്ച് പോലെയുള്ള മാർക്കറ്റിലൂടെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഓൺ മാർക്കറ്റ് പ്ലേസ്, കോയിൻ ഫോർജിന്റെ ഓൺ മാർക്കറ്റ് പ്ലേസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടോക്കണോമിക് സിസ്റ്റം, അതേപോലെ ട്രാൻസ്പെറന്റ് അലൊക്കേഷൻ എൻഷുറിംഗ് ലോങ് ടൈം വാല്യൂ ഗ്രോത്ത് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണൊക്കെ ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്തുകൊണ്ട് ബാക്ക് എൻഡിൽ പ്രോഗ്രാമുകൾ വരാനുണ്ട് എന്നുള്ളതാണ്. കൂടാതെ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗും ഇന്റഗ്രേഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്ക് എൻഡിൽ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, റിവാർഡുകൾ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ പറയുകയാണെങ്കിൽ ഏതൊരു പ്രൊജക്റ്റിനും അല്ലെങ്കിൽ ഏതൊരു ബിസിനസിനും ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു റൂട്ട്, ഒരു മാപ്പ് ഉണ്ടാവും. ആ മാപ്പ് പറയുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കിക്ക് ഓഫ് 2025 മാർച്ചിലാണെങ്കിൽ
അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 100% പ്രൊജക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന ഫോർജ് റൈസ് എന്ന് പറയുന്ന അഫിലിയേഷൻ മാർക്കറ്റിംഗ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ടോട്ടലി 6 ലെവലാണ് ഫോർജ് റൈസ് എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്ത് വെച്ചത്. മീൻസ് 6 ഔട്ട്ലെറ്റുകളായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, 6 ഡിജിറ്റൽ ഔട്ട്ലെറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, നെക്സ്റ്റ് സെക്കൻഡ് ലെവലിൽ ലോഞ്ചിങ് ഫോർജ് റിവോൾവ് ഈ Q4 2025 ഈ നവംബർ ഡിസംബർ കാലത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് വരും എന്നുള്ളതാണ്. അതിന്റെ സെക്കൻഡ് ലെവൽ ലോഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ആണ്. അതിന്റെ പേര് പറയുന്നത് റിവോൾവ് ആണ്. ഫോർജ് റിവോൾവ്. ഫോർജ് റിവോൾവിന്റെ ടോട്ടൽ കാറ്റഗറി വരുന്നത്, ടോട്ടൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് 8 ലെവലുകളാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ 2026 ജനുവരിയിൽ സ്റ്റാർട്ടിങ്ങോട് കിട്ടും. ഈ റോയൽറ്റിക്കുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് സ്ലൈഡിലൂടെ മനസ്സിലാവും. നെക്സ്റ്റ് മൈനിങ് ആണ്. മൈനിങ് എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ മെക്കാനിസത്തോട് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. അത് സ്മാർട്ട് കോൺട്രാക്ടിന്റെയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും സഹായത്തോടു കൂടി ഒരു ഡീസെൻട്രലൈസ് മെത്തേഡിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണ് മൈനിങ്. ഈ മൈനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ സെഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ മൈനിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ, ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ നാളെ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അത് Q1 2026 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി സ്റ്റാർട്ടിങ്ങോട് കൂടിയോ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഉള്ളത്. ആ 4 ക്വാർട്ടറിനനുസരിച്ച് എന്ത് ചെയ്യും, അത് സപ്ലൈ നടക്കും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ബൈബാക്ക് കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കണുകൾ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. അതിന്റെ ലോഞ്ചിങ് Q1 2026 നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പബ്ലിക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഓൺ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെവലപ്പറുടെ സഹായം പോലും ഇല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ട്രേഡിംഗ് മെത്തേഡിലൂടെ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡെക്സ്. ആ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെയും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കറൻസികൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എയർ ഡ്രോപ്പിലൂടെ കിട്ടിയിരിക്കുന്ന ടോക്കൺ ബൈബാക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്ന കറൻസികൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നാളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന NFT പ്രോഗ്രാമുകളെ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഉള്ള ഓപ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. അത് Q2 2026 ക്വാർട്ടർ 2 നെക്സ്റ്റ് ഗെയിമിംഗ് പ്രോഗ്രാമുകൾ, അത് ഓൺ ബ്ലോക്ക് ചെയിനിലൂടെ, ഇൻബിൾട്ട് ഓൺ ബ്ലോക്ക് ചെയിനിലൂടെ ആ പ്രോഗ്രാമുകളെ റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ക്രിപ്റ്റോ കറൻസികൾ അവിടെ യൂസ് ചെയ്യുകയും ആ ക്രിപ്റ്റോ കറൻസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഗെയിമിംഗ് കളിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ഓൺ ക്രിപ്റ്റോ അസറ്റുകൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം കൂടി വരാനുണ്ട്. നെക്സ്റ്റ് കോയിൻ ലിസ്റ്റിംഗ് Q3 2026 കോയിൻ ലിസ്റ്റിംഗ് മീൻസ് ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോയിൻ ഫോർജിന്റെ മെക്കാനിസം ആണ്. മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു സിസ്റ്റം ആണ് അല്ലെ, ബിൽഡിംഗ് ഓൺ പോളിഗൺ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണ്. പബ്ലിക് ബ്ലോക്ക് ചെയിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോജക്ട് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത എന്താണ്, വൺസ് ഒരു പ്രീ ഡിറ്റർമിനേഷനോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയും. ആ ഡിജിറ്റൽ കോൺട്രാക്റ്റിലൂടെ എന്താണോ അവിടെ ഇതിന്റെ ക്രിയേറ്റർ എഴുതി വെച്ചിരിക്കുന്നത്, ആ എഴുതി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഡീസെൻട്രലൈസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ 100% ഒരു വ്യക്തിക്കും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ സേവ് ചെയ്യുന്നത് എവിടെയാണ്, പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയിരിക്കുന്ന പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്ക് സേവ് ചെയ്തതോടുകൂടി അതെന്താണോ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ലൈഫ് ടൈം റൺ ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പോളിഗൺ ബ്ലോക്ക് ചെയിനിലേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ പറയുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ എലമെന്റ് അവിടെ USDT ആണ് യൂസ് ചെയ്യുന്നത്. US ഡോളറിനോട് പെഗ്ഡ് ആയിരിക്കുന്ന ടെതർ നെറ്റ്വർക്കിലൂടെ റൺ ചെയ്യുന്ന ഒരു കറൻസിയാണ് ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ എലമെന്റ്, നമുക്ക് പ്രോഫിറ്റ് വരുമാനങ്ങളൊക്കെ കിട്ടുന്നത് അതിലൂടെയാണ്. കൂടാതെ കോഡ് വെരിഫൈഡ് ആൻഡ് ഓഡിറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ടുകൾ എന്താണ്, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇതിന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് സ്മാർട്ട് കോൺട്രാക്ടുകൾ ഉണ്ട്, പക്ഷെ ഒരിക്കലും വെരിഫൈഡ് അല്ലാത്ത സ്മാർട്ട് കോൺട്രാക്ടുകൾ നാളെ എന്ത് ചെയ്യും, അവർ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന രീതിയിലേക്കെല്ലാം ഉണ്ടാവും. അത് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, അതേപോലെ ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ, അങ്ങനെയുള്ള ബ്ലോക്ക് ചെയിൻ ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ്. നേരെ മറിച്ച് പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കോഡ് വെരിഫൈഡ് അല്ലാത്ത ഒരു സ്മാർട്ട് കോൺട്രാക്ടിനും അവിടെ എന്ത് ചെയ്യില്ല, സേവ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. കൂടാതെ പറയുകയാണെങ്കിൽ നോ ഹ്യൂമൻ ഇന്റൻഷൻ ആണ്. ഇവിടെ ഒരു ഏർണിങ്സ് ഓട്ടോമാറ്റിക്കലി ഒരു ട്രസ്റ്റബിൾ ആയിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന വരുമാനങ്ങൾ ഒരു കാലയളവിന് ശേഷം ഇതിന്റെ ഒരു വ്യക്തി വിചാരിച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി വിചാരിച്ചാലും പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കൂടാതെ പറയുകയാണെങ്കിൽ 100% ഡീസെൻട്രലൈസ് ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഡെവലപ്പറിന്റെ ഒരു കൈകടത്തലും ഇല്ലാതെ ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ സിസ്റ്റത്തിലൂടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന വരുമാനങ്ങൾ $4 ആണെങ്കിൽ ആ $4 ഏത് റൂട്ടിലേക്കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അതേ രീതിയിൽ ലൈഫ് ടൈം കിട്ടിക്കൊണ്ടേയിരിക്കും. കൂടാതെ ഗ്ലോബൽ ആക്സബിലിറ്റി ഉണ്ട്. എനിവേർ ക്യാൻ പാർട്ടിസിപ്പന്റ് അല്ലെ, എനിവേർ ക്യാൻ പാർട്ടിസിപ്പന്റ്, എവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാർട്ടിസിപ്പന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആര് പാർട്ടിസിപ്പൻസ് ചെയ്ത് കഴിഞ്ഞാലും ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാർക്കും ഒരു ഷെയർ കിട്ടുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് അഫിലിയേഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റും മാർക്കറ്റിലേക്ക് നിലനിൽക്കണമെങ്കിൽ അതിന് ഡ്രൈവ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കട്ടെ, എന്തിനാണ് പറയുന്നത്, ഒരു ആമസോൺ ആയിരിക്കട്ടെ, ഗൂഗിൾ പേ ആയിരിക്കട്ടെ,
എന്തൊരു സംവിധാനം കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെങ്കിലും അത് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് നിലനിന്ന് പോകില്ല. ഇനി നിങ്ങൾക്ക് ഈ ഫോർജ് റൈസ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ടിന് പകരം നിങ്ങൾക്ക് ഗൂഗിൾ പേന്റെ സംവിധാനം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യം ഗൂഗിൾ പേ മാർക്കറ്റ് ചെയ്ത് അഫിലിയേഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക് ഷബ്ന മാഡത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ എനിക്കൊരു പോയിന്റ് ഓഫ് അഫിലിയേഷൻ ഇൻകം കിട്ടുന്ന സമയത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഞാൻ മാക്സിമം മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതിന്റെ ക്രിയേറ്റർ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു വരുമാനം തരുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നത് തുച്ഛമായ ഒരു വാല്യൂ ആണെങ്കിലും, പ്രത്യേകിച്ച് മലയാളികൾ പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തിനും ആൾക്കാർക്ക് മുൻഗണനയില്ല ആൾക്കാരാണ് അല്ലെ. അപ്പോ നമ്മുടെ മലയാളികൾ കുറെ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഇനി ഫ്രീ എന്തിന്റെ വേക്കിൽ നമ്മൾ പോകണ്ട, നമ്മൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഗൂഗിൾ പേനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് ആണ് ഫോർജ് റൈസ്. ഗൂഗിൾ പേയും അതേപോലെ കോയിൻ ഫോർജും തമ്മിൽ രണ്ട് തരാണ് അല്ലെ. ഗൂഗിൾ പേ സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്. അവിടെ അന്ന് ഗൂഗിൾ പേ കമ്മ്യൂണിറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് ആ കമ്മ്യൂണിറ്റിക്ക് കറണ്ട് ബില്ലടക്കാൻ അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലടക്കാൻ അല്ലെങ്കിൽ TV റീചാർജ് ചെയ്യാൻ എല്ലാ ആവശ്യങ്ങൾക്കും, ഇപ്പൊ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സാധനങ്ങൾക്ക് വരെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ആ ഗൂഗിൾ പേ കൊണ്ടതെങ്കിൽ ഫോർജ് റൈസിന്റെ ടോട്ടലി ഡിഫറൻസ് ആണ് എന്ത്, ഇവിടെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഫോർജ് റൈസ് എന്ന് പറയുന്നത്. ആ ഫോർജ് റൈസിനെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോയിൻ ഇതിന്റെ ഓൺ ക്രിപ്റ്റോ ടോക്കണുകളെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. റഫറൽ ഇൻകം നിങ്ങൾ റഫറൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 40% റഫറൽ ഏർണിംഗ്സ് ഇതിലൂടെ നേടാൻ വേണ്ടി പറ്റും. ജനറേഷൻ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളെ സ്പോൺസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ ആരെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളെ നെറ്റ്വർക്കിൽ വന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു 8%, 40%ന്റെ ഒരു 5-ൽ ഒരു ഷെയർ എന്ന് പറയുന്നത് 8% നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേഷൻ ഇൻകം ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഇൻകം കിട്ടുന്നുണ്ട്. കൂടാതെ ഗ്ലോബൽ ഷെയർ, ഈ ഗ്ലോബലി എവിടുന്ന് ആരുടെ ലിങ്ക് യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഷെയർ, ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ഷെയർ അതിലൂടെ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് റോയൽറ്റി ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ലൈഫ് ടൈം കിട്ടുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, NFT കിട്ടുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഇതിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു ഫോർജ് റൈസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്രിപ്റ്റോ എയർ ഡ്രോപ്പും കൂടി ഇതിലൂടെ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫോർജ് റൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 100% ഒരു കമ്മ്യൂണിറ്റി റെഫറൽ ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അഫിലിയേഷൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. അത് തന്നെ ഈ ഫോർജ് റൈസിന്റെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 100% സ്മാർട്ട് കോൺട്രാക്ട്, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേ ഔട്ട് കംപ്ലീറ്റ് ഡീസെൻട്രലൈസ് ആണ്, ഒരു സിസ്റ്റത്തിലൂടെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി ഇന്ന് ഷബ്ന മാഡത്തിന് കിട്ടുന്ന ഒരു $50 നാളെ കിട്ടാൻ പാടില്ല എന്ന് ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിന്റെ ഡെവലപ്പർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഡെവലപ്പർക്ക് ആരറിയില്ല, റംഷാദ് എന്ന് പറയുന്ന വ്യക്തിനെയോ അല്ലെങ്കിൽ ഷബ്ന മാഡത്തിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയോ എന്ത് ചെയ്യില്ല, അറിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഡീസെൻട്രലൈസ് ആയിരിക്കുന്ന ഒരു വാലറ്റിന്റെ സഹായത്തോടു കൂടി സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ലിങ്കിലൂടെ കണക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇത് സ്മാർട്ട് കോൺട്രാക്ട്. അത് ഫോർജ് റൈസ് ആണ് അറിയപ്പെടുന്നത്. ടോട്ടലി അത് 6 ലെവലുകളാണെന്നുള്ളത്. അതിന് വാല്യൂ എന്ന് പറയുന്നത് $50 തുടങ്ങി $300 വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബൈ ചെയ്യണമെങ്കിൽ $50 USDT പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു, അതിന്റെ ബൈബാക്ക് ക്രിപ്റ്റോ ടോക്കൺ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ $100, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ $150, 200, 250, 300. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ പ്രകാരം, ഈ സിനാരി പ്രകാരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 4 എണ്ണം 5 ജനറേഷൻ മെട്രിക്സിലൂടെയും 2 എണ്ണം ഗ്ലോബൽ ഷെയർ സിസ്റ്റത്തിലൂടെയാണ് അവിടെ റൺ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ജനറേഷൻ മെട്രിക്സിലൂടെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 40% റഫറൽ ഏർണിംഗ്സ് കിട്ടുന്നുണ്ട്. ഗ്ലോബൽ ഷെയറിലൂടെ നിങ്ങൾക്ക് 40% റഫറൽ ഏർണിംഗ്സ് കിട്ടുന്നുണ്ട്. 5 ജനറേഷൻ മെട്രിക്സിലൂടെ നിങ്ങൾക്ക് 5 ലെവലിൽ നിന്ന് ഏകദേശം 3905 ആൾക്കാരിലൂടെ എന്ത് കിട്ടും, നിങ്ങൾക്ക് ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻകം ലഭിക്കും. ഗ്ലോബൽ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150ന്റെയും 300ന്റെയും പ്രോഫിറ്റ് ഓൾ ഓവർ കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആരൊക്കെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ടോ അതിന് മുന്നേ നമ്മൾക്ക് അതിന്റെ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ആരുടെ ലിങ്കിലൂടെയും വന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ പ്രൊജക്ടിന്റെ ഷെയർ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് $50 ഡ്യൂപ്ലിക്കേഷനും $100 ഡ്യൂപ്ലിക്കേഷനും $150 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 എണ്ണത്തിന്റെയും എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം കിട്ടുന്നതിന്റെ 50 ടോക്കണുകളാണ്. നെക്സ്റ്റ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ആ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ പ്രൊജക്ടിന്റെ ഭാഗമായി കോയിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലിങ്ക് യൂസ് ചെയ്യുന്നതിന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താണ്, $50
40% $20 ഡയറക്റ്റ് റഫറൽ ഏർണിംഗ്സ് കിട്ടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരിക്കലും അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രീ ഡിറ്റർമിനേഷനോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, വരുമാനം ലഭിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങളെ വാല്യൂ ഓട്ടോമാറ്റിക് അവരുടെ വാലറ്റിലേക്ക് പോകുന്നതല്ല. ഇവിടെ ഒരു ഡീസെൻട്രലൈസ് സിസ്റ്റത്തിലൂടെയാണ് അവിടെ എന്ത് വരുമാനം നൽകുന്നത്. ആക്ച്വലി ഇതിന്റെ ഡെവലപ്പർ 20 കോടി ക്രിപ്റ്റോ കറൻസി ഈ ഫോർജറൈസിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ $50 ആർക്കാണ് ശരിക്കും കിട്ടേണ്ടത്? ഇതിന്റെ ക്രിയേറ്റർക്കാണ് കിട്ടേണ്ടത് എങ്കിൽ ഇതിന്റെ ഡെവലപ്പർ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫ്രീ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, ആരുടെ ലിങ്കാണ് യൂസ് ചെയ്ത് അവർക്ക് അതിന്റെ പ്രോഫിറ്റ് ഷെയർ ലഭിക്കുകയാണ് നൽകുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ $100 ആണ്. $100 സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവിടെ $100 40% $40. കൂടാതെ 5 ജനറേഷൻ മെട്രിക്സിലൂടെ റൺ ചെയ്യുന്നത് കൊണ്ട് $100 8% എന്ന് പറയുന്നത് $8 അവിടെ ഡയറക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജനറേഷൻ നെറ്റ്വർക്കിലൂടെ എവിടെ വന്ന് കണക്ട് ആയി കഴിഞ്ഞാലും നമ്മൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾക്ക് അതിന്റെ 8% കിട്ടുന്നു എന്നുള്ളതാണ്. കൂടാതെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അവിടെ 100 കോയിൻ കിട്ടുന്നു. നമ്മൾ റഫറൽ ലിങ്ക് കൊടുത്ത് നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് അവർ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? 25% ക്രിപ്റ്റോ ടോക്കണും കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ $150 ആണ്. $150 40% എന്താണ്, $60 പ്രോഫിറ്റ് ആണ്. കൂടാതെ ബാലൻസ് $60 എന്ത് ചെയ്യുന്നു, ഇതിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക്, ഓൾ ഓവർ കമ്മ്യൂണിറ്റിയിലേക്ക് ആർക്കാണ് ഓണർഷിപ്പ് ഉള്ളത് അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ സ്പ്രെഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരാൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കല്ല പോകുന്നത്. കൂടാതെ ഇതിന്റെ 80% ഓട്ടോമാറ്റിക് കമ്മ്യൂണിറ്റിയിലേക്ക് അതിന്റെ ഡെവലപ്പർക്ക് കിട്ടേണ്ട വാല്യൂ ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിലൂടെ ലൈഫ് ടൈം കിട്ടുന്ന മാതിരി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവിടെ 20% എന്ത് ചെയ്യുന്നു, റോയൽറ്റി ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലേക്കും ഡെവലപ്പർ ഫണ്ടിലേക്കും എന്ത് ചെയ്യുന്നു, ഒരു 20% മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. ഇതേ രീതിയിലാണ് എന്ത് പറയാം, $200 $250 $300. അപ്പോൾ ഒരു $1050 ടോട്ടലി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു, 1050 ക്രിപ്റ്റോ ടോക്കണുകൾ കിട്ടുന്നു. ആ ക്രിപ്റ്റോ ടോക്കണുകൾ 1:1 എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, അതിന്റെ ക്രിപ്റ്റോ കോയിൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഈ കോയിൻ ഫോർജിന്റെ കോയിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു, $1050 40% റഫറൽ ഏർണിംഗ്സ് ആയിരിക്കുന്ന $420 കിട്ടും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് 5 ജനറേഷൻ മെട്രിക്സിൽ അദ്ദേഹം അതിലൂടെയാണ് കോയിൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, ഈ 50-ന്റെയും 100-ന്റെയും 200-ന്റെയും 250-ന്റെയും ഏകദേശം പറയുകയാണെങ്കിൽ $600 40% ആയിരിക്കുന്ന ഷെയറിൽ നിന്നും 8% എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ $48 പ്രോഫിറ്റ് കിട്ടുന്നു. കൂടാതെ ഗ്ലോബൽ ഷെയർ അദ്ദേഹത്തിന്റെ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആരുടെ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു, അതിലൂടെ പ്രോഫിറ്റ് ലഭിക്കുക. ഇതാണ് സിമ്പിൾ ഇതിന്റെ സ്ട്രക്ചർ. ബാക്കിയുള്ള ഡീറ്റെയിൽ സെക്ഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറുമായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വൺസ് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകളെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ലെവൽ $50 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രണ്ടാമത്തെ ലെവലുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 6 ലെവലുകൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി റവന്യൂ മോഡൽസ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി പറഞ്ഞു തരാം. റഫറൽ ആക്റ്റീവ് ഇൻകം നിങ്ങൾക്ക് 40% ഫിക്സഡ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 5 ജൻ മെട്രിക്സിലൂടെയും ഗ്ലോബൽ ഷെയർ മെട്രിക്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെവൽ ഇൻകം 5 ലെവലിൽ നിന്ന് ഏകദേശം 8% ടോട്ടലി പറയുകയാണെങ്കിൽ 5 ലെവലിലൂടെ 40% 8% നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ 5 ജൻ മെട്രിക്സിലൂടെ നിങ്ങളെ കമ്മ്യൂണിറ്റിയുടെ ഏകദേശം 3905 ആൾക്കാർ ഒന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന ഏകദേശം 1,65,00,000 രൂപ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. അത് ഈ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റോയൽറ്റി ഇൻകം അതേ ഡെവലപ്മെന്റ് ഫണ്ടിലേക്കും ഒരു 20% എന്ത് ചെയ്യുന്നു, അതിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ് ചെയ്യുന്നു. ഇവിടെ ഇതിന്റെ മെട്രിക്സ് ജനറേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ പറയുകയാണെങ്കിൽ 5 ജൻ മെട്രിക്സ് ആണ്. ആദ്യത്തെ മെട്രിക്സിന്റെ പ്രകാരം ഓരോ ലെയറുകളാണ്. ആദ്യത്തെ ലെയറിൽ 5 ആൾക്കാർ വന്നിട്ട് മാത്രമേ എന്ത് ചെയ്യും, പ്ലേസ് ആവും. ആ 5 ആൾക്കാർ എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സെൻട്രലുള്ള ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആദ്യത്തെ ലെയറിൽ വന്ന് കണക്ട് ചെയ്യുന്ന 5 വ്യക്തികളാണെങ്കിൽ ആ 5 വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, 5 ആൾക്കാർ കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് ലെയർ ഉണ്ടെങ്കിൽ ആദ്യത്തെ വ്യക്തിനെ സംബന്ധിച്ചോളം അത് സെക്കൻഡ് ലെയർ ആയിട്ടാണ് മാറുക. അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ലെയറിൽ 5 ആൾക്കാർ, രണ്ടാമത്തെ ലെയറിൽ 25 ആൾക്കാർ, മൂന്നാമത്തെ ലെയറിൽ 125 ആൾക്കാർ, നാലാമത്തെ ലെയറിൽ 625 ആൾക്കാർ, അഞ്ചാമത്തെ ലെയറിൽ 3125 ആൾക്കാരും കണക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്ന 5 ജൻ മെട്രിക്സ് 8% മാത്രം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം 1,60,00,000 രൂപ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സോ മാക്സിമം ആരാണ് മാർക്കറ്റ് ചെയ്യുന്നത് അവർക്ക് 100% അൺകണ്ടീഷണൽ ആയിട്ട് 8% നിങ്ങൾക്ക് ലൈഫ് ടൈം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് കോയിൻ ഫോർജിന്റെ ഫോർജ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ജസ്റ്റ് ഒരു പ്രയോറിറ്റി പൊസിഷൻ കൂടി പറയാം.
നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തി എക്സ് ആണെന്ന് കരുതുക. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെയറിലാണ് നിങ്ങൾ വന്ന് കണക്ട് ആയത്. നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് മാത്രമേ ഈ ബിസിനസ് കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതുക. നിങ്ങളുടെ പേര് ഡി എന്നാണ് നിങ്ങൾ കരുതുക. ടോട്ടൽ അദ്ദേഹം സ്പോൺസർ ചെയ്തിരിക്കുന്ന ABCDE എന്ന വ്യക്തികളാണ് ഇതിൽ ടോട്ടൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെയറിലേക്ക് വന്ന് കണക്ട് ആയിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? 5 ആൾക്കാരിലേക്ക് ബിസിനസ് കൊടുത്തതുപോലെ ഈ 5 ആൾക്കാരോടും അദ്ദേഹം പറയുന്ന 5 ആൾക്കാരിലേക്ക് നിങ്ങൾ ബിസിനസ് മിനിമം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ് ഒക്കെ കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഡി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഉദാഹരണം പറയും ഷബന മാഡം ആണെന്ന് വിചാരിക്കാം. അദ്ദേഹം എൻ്റെ എക്സ് എന്ന് പറയുന്ന റംഷാദ് എന്ന് പറയുന്ന വ്യക്തിന്റെ ലിങ്ക് യൂസ് ചെയ്ത് വന്ന് പ്ലേസ്മെന്റ് ആയതുകൊണ്ട് റംഷാദ് വന്ന് കണക്ട് ചെയ്തിരിക്കുന്ന 5 ആൾക്കാരിൽ ഒരാളാണ് ഷബന മാഡം. ഷബന മാഡത്തിന് എന്ത് ചെയ്തിട്ടുള്ള ഒരു റെഫറൽ വന്ന് മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഒരു റെഫറൽ വെക്കുന്ന സമയത്ത് എന്റെ ഒരു 6ാമത്തെ റെഫറൽ വെക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ആക്ച്വലി പ്രയോറിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയിലേക്കാണ് അവിടെ പ്രയോറിറ്റി പൊസിഷൻ. ആ പ്രയോറിറ്റി പൊസിഷൻ പ്രകാരം ഞാൻ ഒരു 6ാമത്തെ ഒരു റെഫറൽ വെക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ആരുടെ പ്ലേസ്മെന്റിലേക്കാണ് അവിടെ ഒരു കണക്ഷൻ ആയിരിക്കുന്നത് അദ്ദേഹത്തിന് പോയി പ്ലേസ്മെന്റ് ആവുകയും എന്നിലൂടെ എക്സ് എന്ന് പറയുന്ന എന്നിലൂടെ എന്ത് ചെയ്യുന്നു ഷബിന മാഡം ആയിരിക്കുന്ന ഡി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു 8% പ്രോഫിറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് വന്നവർക്കും ഇവിടെ പ്രോഫിറ്റ് ആണ്, ആ ഡി എന്ന് പറയുന്ന വ്യക്തിനെ വിശ്വസിച്ച് വന്ന വ്യക്തികൾക്കും പ്രോഫിറ്റ് ആണ്. ആ ഡിയിലൂടെ വന്ന് കണക്ട് ആയിരിക്കുന്ന അടുത്ത D1 എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന 5 നെറ്റ്വർക്കിലൂടെയും ഏകദേശം പ്രോഫിറ്റ് ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഗ്ലോബൽ ഷെയർ പ്ലാറ്റ്ഫോമിലൂടെയും നിങ്ങൾക്ക് എന്തുണ്ട് 40% ഫിക്സഡ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് റെഫറൽ ഏർണിംഗ്സ് ഉണ്ട്. കൂടാതെ ഗ്ലോബൽ ഷെയർ 40% ഷെയർ കിട്ടുന്ന വ്യക്തികളാണ്. അൺകണ്ടീഷണൽ ലൈഫ് ടൈം നിങ്ങൾക്ക് അതിലൂടെ കിട്ടും എന്നുള്ളതാണ്. കൂടാതെ ഈ റോയൽറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒരു 20% ഗ്ലോബൽ ഷെയർ മെട്രിക്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത് ഇത്രയും നിങ്ങൾ കേട്ടിരിക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ഒരു റിവോൾവിംഗ് സ്റ്റേജിലേക്ക് അടുത്തൊരു റെവല്യൂഷനിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്ന കോയിൻ ഫോർജിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനൊരു പ്രീമിയം ലെവൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കോയിൻ ഫോർജിന്റെ ഒഫീഷ്യലി നെയിം എന്ന് പറയുന്നത് ഫോർജ് റിവോൾവ് ആണ്. അത് നെക്സ്റ്റ് ലെവൽ ഓഫ് കോയിൻ ഫോർജിന്റെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അത് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർജ് റൈസിലൂടെ കിട്ടുന്നതിനേക്കാൾ എന്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നെക്സ്റ്റ് ഫോർജ് റിവോൾവിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് കോയിൻ ഫോർജിന്റെ ടോക്കൺ കിട്ടും. ഫോർജ് റൈസിൽ നിങ്ങൾക്ക് കോയിൻ ഫോർജിന്റെ ടോക്കൺ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? റെഫറൽ ഇൻകം കിട്ടും. ഫോർജ് റൈസ് പ്രോഗ്രാമിലും റെഫറൽ ഏർണിംഗ്സ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് റിവോൾവിംഗ് മെട്രിക്സ് പ്രോഫിറ്റ് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. കോയിൻ ഫോർജിൽ എന്തില്ല? റിവോൾവിംഗ് മെട്രിക്സിൽ അവിടെ ലെവലിംഗ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇവിടെ ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഉണ്ട്, അവിടെയും ഉണ്ട് ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഉണ്ട്. റോയൽറ്റിയും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ ഈ 2 പ്രൊജക്റ്റിലൂടെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1500 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഇതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് കോയിൻ ഫോർജിന്റെ ഫോർജ് റൈസിൽ $50 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫോർജ് റിവോൾവ് ഏതൊരു സാധാരണക്കാരനും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൺസ് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി അത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഫോർജ് റിവോൾവിന് സെപ്പറേറ്റ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ $15 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിന് അവിടെ വാല്യൂ പറയുന്നത് $25, $50, $100 അങ്ങനെ തുടങ്ങി $1500 സ്മാർട്ട് കോൺട്രാക്ട് ഔട്ട്ലെറ്റ്, ഡിജിറ്റൽ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ടോട്ടലി ഉള്ള മെട്രിക്സിനെ നേരത്തെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അവിടെ 5 മെട്രിക്സിലൂടെയും ഗ്ലോബൽ ഷെയർ മെട്രിക്സിലൂടെയാണ് ഫോർജ് റൈസ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ടെർമിനൽ 3, ടെർമിനൽ 14 എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ ലെവലിന്റെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 15% അല്ല 50%. $15ന്റെ 50% 7.5 ക്രിപ്റ്റോ ടോക്കൺ ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. $25 നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ടെർമിനൽ 3 അവിടെ നിന്ന് മാറി ടെർമിനൽ 14ലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ $25 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 12.5 ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നു. അങ്ങനെ ഓരോ ലെവലുകളും ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വാല്യൂ അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ബൈ ബാക്ക് ക്രിപ്റ്റോ ടോക്കൺ എന്ത് ചെയ്യുന്നു 50% ലഭിക്കുന്നു. ഫോർജ് റൈസിനെ സംബന്ധിച്ചോളം 100% ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സിനാരിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കോൺട്രാക്ട് ആക്ടിവേഷൻ നേരത്തെ ഫോർജ് റൈസ് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തുകൊണ്ട് മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിന്റെ ടെർമിനൽ റീസൈക്ലിംഗ് പ്രോസസിന്റെ ഇൻകം ഇതിലുണ്ട്. അത് ടെർമിനൽ 3ലും ടെർമിനൽ 14ലും ഉണ്ട്. അത് ഡീറ്റെയിൽ സ്ട്രക്ചർ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താണ് ഒരു 3 ഡോട്ടുകളായിട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ?
3 ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ 3 എപ്പോഴും ഒറ്റ വലയത്തിലാണ് നിന്ന് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ടോട്ടൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത നാലാമതൊരു വ്യക്തി അല്ലെങ്കിൽ അടുത്തൊരു നാലാമത്തെ ഒരു ലിങ്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ടെർമിനൽ ഒന്നും കൂടി റിവോൾവ് ചെയ്യും. അല്ലെങ്കിൽ റീസൈക്ലിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അടുത്ത വ്യക്തിക്ക് ആർക്കാണ് പ്രയോറിറ്റി അദ്ദേഹം വന്നിട്ട് അവിടെ പ്ലേസ് ആകുന്ന സമയത്ത് അവിടെ ആർക്കാണ് അവിടെ പ്രോഫിറ്റ് ഉള്ളത്, ആർക്കാണ് അതിന്റെ ഇൻകം കിട്ടുന്നത്, അവർക്ക് എന്ത് ചെയ്യും, ആ 80% ഡയറക്റ്റ് റെഫറൽ ഏർണിങ്സ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ടെർമിനൽ 3 നിങ്ങൾക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ, ടെർമിനൽ 3 എന്ന് പറയുന്ന ലെവലുകൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, 80% നിങ്ങളുടെ ലിങ്ക് യൂസ് ചെയ്ത് വന്ന് കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ വാലറ്റിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനോ അദ്ദേഹം ഒരു ഓണർഷിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആക്സസ് കൊടുക്കാതെ ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റത്തിലൂടെയാണ് മാത്രം എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ലഭിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി നിങ്ങൾക്ക് വന്ന് കണക്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 80% കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റെഫറൽ നിങ്ങൾക്ക് ടെർമിനൽ 3 എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ലഭിക്കും, 160% പ്രോഫിറ്റ് ലഭിക്കുകയും മൂന്നാമത്തെ ഒരു ലിങ്ക് വന്ന് കണക്ട് ആകുന്ന സമയത്ത് നിങ്ങൾ ആ റിവോൾവിംഗ് മെട്രിക്സ് ഒന്നും കൂടി റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ വാല്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് നിങ്ങൾ ആരുടെ സ്പോൺസർഷിപ്പ് ലിങ്ക് യൂസ് ചെയ്തിട്ടുണ്ടോ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പ്രയോറിറ്റി പൊസിഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ആ പ്രോഫിറ്റ് ലഭിക്കുകയും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, നിങ്ങൾ റീസൈക്ലിംഗ് അല്ലെങ്കിൽ റിവോൾവ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 75% ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 20% എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഡെവലപ്പർ ഫണ്ടിലേക്ക് മാറ്റുന്നു. റോയാലിറ്റി കിട്ടിയ വ്യക്തികൾക്കും ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ 14th ലെവലിൽ ടോട്ടലി ഉള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഒന്നാമത്തെ സ്പോട്ടിൽ 2 സ്പോട്ട് വന്ന് കണക്ട് ആവുന്നു. രണ്ടാമത്തെ ലെയറിൽ അവിടെ 4 സ്പോട്ടുകൾ വന്ന് കണക്ട് ആവുന്നു. മൂന്നാമത്തെ ലെയറിൽ 8 സ്പോട്ടുകളാണ് വന്ന് കണക്ട് ചെയ്യുന്നത്. മീൻസ് 8 ലിങ്കുകൾ വന്ന് കണക്ട് ചെയ്യാണ് ഈ ടെർമിനൽ 14ന്റെ പ്രത്യേകത. ഈ ടെർമിനൽ 14 ആക്ടിവേഷൻ ചെയ്തവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യു എന്ന് പറയുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ടെർമിനൽ 3നെ സംബന്ധിച്ചോളം ഒരൊറ്റ ലെയർ ആണ്, ഒരൊറ്റ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ടെർമിനൽ 14നെ സംബന്ധിച്ചോളം 3 ലെയർ ആണ് നിങ്ങൾക്കുള്ളത്. ഈ 3 ലെയർ നിങ്ങൾ ഓണർഷിപ്പ് ഉള്ള വ്യക്തികൾ നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ റിവോൾവിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നു, 75% കോയിൻ കിട്ടുകയാണ് ചെയ്യുന്നത്. കൂടാതെ നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആദ്യത്തെ സ്പോട്ടിൽ 2 ആൾ വന്ന് പ്ലേസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 100% എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ലഭിക്കുന്നത് അല്ലെ. 50% ഡയറക്റ്റ് നിങ്ങൾക്ക് ലിങ്കിൽ വന്ന് കണക്ട് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 20% ഡയറക്റ്റ് ലെയറിംഗും കൂടാതെ ഒരു 30% നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു റെഫറൽ ഏർണിങ്സ് നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്യുന്ന ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വ്യക്തികളാണ്, അടുത്തൊരു വ്യക്തിയാണ് ബി ആണെന്ന് വിചാരിക്കാം, അദ്ദേഹമാണ് രണ്ടാമത്തെ പ്ലേസ്മെന്റിൽ കണക്ട് ചെയ്യാം, സെയിം നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പിലായാലും സെക്കൻഡ് സ്റ്റെപ്പിലായാലും തേർഡ് സ്റ്റെപ്പിലായാലും നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്ത് ആരെവിടെ വന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു റെഫറൽ ഏർണിങ്സ് ആയിട്ട് 30% കിട്ടുന്നു. കൂടാതെ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് ഒരു 15% ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. കൂടാതെ ലെവൽ ഇൻകം മീൻസ് ഫസ്റ്റ് ലെയറിലേക്ക് വന്ന് കണക്ട് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു, 20% പ്രോഫിറ്റ് ലഭിക്കുന്നു. സെക്കൻഡ് ലെയറിൽ 4 വ്യക്തികൾ വന്ന് പ്ലേസ് ആവുന്ന സമയത്ത് സെക്കൻഡ് ലെയറിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 15% പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഒരു 5% നിങ്ങൾ ആ പ്രൊജക്ട് റിവോൾവ് നടക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആൾ വന്ന് പ്ലേസ്മെന്റ് ആകുന്ന സമയത്ത് ഒരു 5% റിവോൾവിംഗ് മെട്രിക്സിലേക്ക് അല്ലെങ്കിൽ റിവോൾവിംഗ് നടക്കാൻ വേണ്ടി റിസർവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 20% അവിടെ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന്റെ ഡെവലപ്പർക്ക് ആർക്കും എടുക്കാൻ വേണ്ടി പറ്റില്ല. ആ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾ അടുത്ത റിവോൾവിംഗ് സ്ട്രക്ചറിലേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ആവും. ആർക്കാണ് അതിന്റെ ആര് സ്പോട്ടിലേക്കാണ് നിങ്ങൾ പോയി പ്ലേസ് ആകുന്നത് അവർക്കോ അല്ലെങ്കിൽ അതിന്റെ അപ്ലൈനിലേക്കോ ആ പ്രോഫിറ്റ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾക്ക് 8 ലെവലുകൾ അല്ലെങ്കിൽ 8 സ്പോട്ടുകൾ വന്ന് കണക്ട് ആവും അല്ലെങ്കിൽ 8 ലിങ്ക് വന്ന് കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% പ്രോഫിറ്റ് ആണ്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാല്യൂ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിവോൾവിംഗ് നടക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു, 20% ഒരു 10% എന്ത് ചെയ്യുന്നു, റിസർവ് ചെയ്യുന്നു. ആ റിസർവ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾ നെറ്റ്വർക്ക് ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ടെർമിനൽ 14 മെക്കാനിസം പ്രകാരം കണക്ട് ആയി വരികയാണെങ്കിൽ ആ 14ാമത്തെ സ്പോട്ടിലൂടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവിടുന്ന് റിവോൾവ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു ഒരു എക്സ്ട്രാ ഒരു 75% കോയിനും കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെക്കാനിസം. സോ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഫോർജ് റൈസിലൂടെയും അൺലിമിറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഫോർജ് റിവോൾവിലൂടെയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ഫോർജ് റൈസിലൂടെ എന്ത് കിട്ടും, വരുമാനം ലഭിക്കും. നിങ്ങളുടെ സ്പോൺസർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എന്ത് കിട്ടും, ഫോർജ് റിവോൾവിലൂടെയും പ്രോഫിറ്റ് ആണ്. നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രോഫിറ്റ് ആണ്. സോ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് മാക്സിമം കോയിൻ ഫോർജിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ക്രിപ്റ്റോ ടോക്കണുകളെ അല്ലെങ്കിൽ ഇതിന്റെ ക്രിപ്റ്റോ കറൻസികളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതിലൂടെ കൺസിസ്റ്റൻസി ആയിട്ട് എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഡീസെൻട്രലൈസ് മെത്തേഡിലൂടെ വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ്.
കോയിൻ ഫോർജിന്റെ ടോക്കൺ ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഇവിടെ ഇൻകം ലഭിക്കുന്നുണ്ട്. ആക്റ്റീവ് മീൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്തും, പാസീവ് നിങ്ങൾ ലിങ്കിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്ന വ്യക്തികളിലൂടെയും എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പോലും അറിയാത്ത വ്യക്തികൾ നിങ്ങൾ ലിങ്കിൽ വന്ന് കണക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അവിടെ പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. റിവോൾവിംഗ് ബെനിഫിറ്റ് ഇവിടെയുണ്ട്, റോയൽറ്റി ഉണ്ട്, നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഷെയർ, റഫറൽ ഇൻകം, എല്ലാ ഇൻകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ ഏൺ ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് എവിടെയുണ്ട് ഈ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ റോയൽറ്റി എന്ന് പറയുന്നത് ലോയൽ കസ്റ്റമർക്ക് മാത്രം കിട്ടുന്നതാണ്. ഈ ലോയൽ കസ്റ്റമർക്ക് കിട്ടുന്നത് നിങ്ങൾക്കും കിട്ടും. അതിനുള്ള വലിയൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്തതുപോലെ ഇതിന്റെ ഫോർജ് റൈസ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റും ഫോർജ് റിവോൾവിന്റെ ടോട്ടൽ ഓണർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഒരു 5 ആൾക്കാർ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ക്രൈറ്റീരിയ മാച്ച് ആവുന്ന ജനസിസ് എന്ന് പറഞ്ഞ റാങ്കിങ് പൊസിഷനിലുള്ള NFT നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജനസിസ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടിയുള്ള സിമ്പിൾ ക്രൈറ്റീരിയ എന്താണ്, ഫോർജ് റൈസിന്റെ 6 ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്യുക, ഫോർജ് റിവോൾവിന്റെ 8 ലെവൽ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ എന്ത് ചെയ്യും, ജനസിസ് റാങ്കിലുള്ള ഇതിന്റെ ബേസിക് NFT ലഭിക്കുന്ന വ്യക്തിയായി മാറും. നിങ്ങൾക്ക് എങ്ങനെയാണോ ജനസിസ് കിട്ടിയിരിക്കുന്നത് അതേ രീതിയിൽ ഒരു 5 പാർട്ട്നേഴ്സിലേക്ക് ഇതിന്റെ റോയൽറ്റി ഷെയർ ഇൻകം ആയിരിക്കുന്ന 20% നിന്ന് കിട്ടുന്ന ഷെയർ ലഭിക്കുന്ന വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, 5 ആൾക്കാർ ജനസിസ് റാങ്കിലേക്ക് എത്തിക്കുന്ന സമയത്ത് 20% റോയൽറ്റി ഷെയർ മാസം Q1 2026 കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ 20% ലഭിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചത് കൂടാതെ നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്കും നിങ്ങൾ ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു, ഇതിന്റെ റോയൽറ്റി ഇൻകം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ നിങ്ങൾ ആ ഒരു സഹായം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, അവര് ജനസിസ് റാങ്കിൽ നിന്നും പൈനിയർ റാങ്കിലേക്കുള്ള ഇല്ലെങ്കിൽ 20% പ്രോഫിറ്റ് വാങ്ങുന്ന വ്യക്തികളായി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 30% വിഷണറി പൊസിഷനിലുള്ള NFT ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉള്ള ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ വരുമാനം എല്ലാ മാസം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കൂടാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ലഭിക്കുന്ന രീതിയിൽ നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന 5 ആൾക്കാരിലേക്ക് 30% നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, 50% ആയിരിക്കുന്ന ഇതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയിലേക്ക് ട്രൈബ്ലൈസ് എന്ന് പറയുന്ന റാങ്കിങ് പൊസിഷനിലുള്ള NFT കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങളെ വിശ്വസിച്ച് വരുന്ന 5 ആൾക്കാരും അവരെ സംബന്ധിച്ചോളം 25 ആൾക്കാരും ആ വന്നിരിക്കുന്ന 25 ആൾക്കാർ ഇതിന്റെ NFT ക്രൈറ്റീരിയ ലഭിക്കുന്ന 125 ആൾക്കാരിലേക്കും ഇതെന്ത് ചെയ്യുന്നു, ഇതിന്റെ റോയൽറ്റി ലഭിക്കുന്ന വ്യക്തികളാക്കി മാറ്റി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഏകദേശം 125 + 25 150 155 നിങ്ങളടുത്ത ഒരു 156 ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളിലൂടെ റോയൽറ്റി കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഈ സ്പോൺസർഷിപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയുടെ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഇതിലൂടെ റോയൽറ്റി കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമാണ്. ഫോർജ് റൈസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കിട്ടുന്ന ക്രിപ്റ്റോ സ്ട്രീമിംഗ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ടോക്കന്റെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് ഫോർജ് റൈസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് 100% നിങ്ങൾക്ക് ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നു. ഫോർജ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് 50% കിട്ടുന്നു. നിങ്ങൾക്ക് ഫോർജ് റൈസിലൂടെ നിങ്ങൾ എത്ര റെഫർ ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് 25% ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കുന്നെങ്കിൽ ഫോർജ് റിവോൾവിലെ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നില്ല. മറിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം റിവോൾവിംഗ് നടക്കുന്നുണ്ടോ അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, 75% ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ടോക്കൺ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് മൈനിങ്ങിലൂടെ ഇതിന്റെ ക്രിപ്റ്റോ ടോക്കണുകൾ ഗെയിമിംഗ് പ്രോഗ്രാമിലേക്ക്, NFT-ലേക്ക്, സ്റ്റേക്കിങ്ങിലേക്ക്, എയർ ഡ്രോപ്പിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തിലേക്കും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഇൻകം സ്ട്രക്ചർ പറഞ്ഞുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. സോ ഇവിടെ ഫോർജ് റൈസിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഉള്ളത് 6 ലെവലാണ്. ഞാൻ അത് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ 6 ലെവലുകൾ പർച്ചേസ് ചെയ്യുകയും അത് നിങ്ങൾ ഒരു 5 ആൾക്കാരിലേക്ക് അതിലൂടെ നിങ്ങൾ ബൈ ചെയ്ത പോലെ ഒരു 1050 ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടി അവർക്ക് സഹായം ചെയ്യുകയും അല്ലെങ്കിൽ അവർ നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ക്രിപ്റ്റോ ടോക്കൺ ബൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1050 ക്രിപ്റ്റോ ടോക്കണുകൾ കിട്ടുന്നു. ആ 5 ആൾക്കാർ ചെയ്യുന്നതിലൂടെ ഏകദേശം 1312 ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നു. കൂടാതെ റഫറൽ ഏർണിങ്സ് $2100 പ്രോഫിറ്റ് കിട്ടുന്നു. നിങ്ങൾ 5 ആൾക്കാർ ക്രിയേറ്റ് ചെയ്തതുപോലെ ആ 5 ആൾക്കാരും ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെ ഏകദേശം 3900 ആൾക്കാർ വന്ന് പ്ലേസ് ആകുന്ന സമയത്ത് ഏകദേശം $1,87,440 നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 1,60,00,000 അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കും. കൂടാതെ ഗ്ലോബൽ ഷെയർ അൺകണ്ടീഷണൽ ആയിട്ട് ലൈഫ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫോർജ് റിവോൾവിന്റെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ 8 ലെവലാണ്. ഈ 8 ലെവൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ചെലവ് എന്ന് പറയുന്നത് $3,990 ആണ്.
ഈ $3,300 നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ അവസരത്തിൽ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ക്രിപ്റ്റോ അസറ്റ് ലഭിക്കൂ എന്നുള്ളതാണ്. ആ ക്രിപ്റ്റോ അസറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1445 ക്രിപ്റ്റോ അസറ്റ് ലഭിക്കുകയും കൂടാതെ 2 ഡയറക്റ്റ് റെഫറൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രോഫിറ്റ് ആയിരിക്കുന്ന അതിനേക്കാൾ മേലെ ഏകദേശം $3,660 നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു, $69 നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റെഫറൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതുപോലെ നിങ്ങൾ ആ ലെയർ കംപ്ലീറ്റ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു റീസൈക്ലിംഗ് നടക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, ഏകദേശം ലെയർ ഇൻകം ആയിട്ട് മാത്രം $3,315 എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുകയാണ്. കൂടാതെ ഒരു ഹോൾഡിംഗ് പ്രക്രിയയ്ക്ക് റിവോൾവിംഗ് മാട്രിക്സിന്റെ ആവശ്യങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു $1,275 അവർ എന്ത് ചെയ്യുന്നു ഹോൾഡ് ചെയ്ത് കിടക്കുകയും നെക്സ്റ്റ് റിവോൾവിംഗിന് അത് അവിടെ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങൾ എത്ര റിവോൾവിംഗ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര റീസൈക്ലിംഗ് നടക്കുന്നുണ്ടോ അതിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നേരത്തെ പറഞ്ഞ 75% ക്രിപ്റ്റോ ടോക്കൺ ആയിരിക്കുന്ന ഇതിന്റെ കോയിൻ ഫോർജർ ടോക്കൺ കിട്ടുകയും അത് 2,317 ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾ 2 റെഫർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റീസൈക്കിൾ 2 പ്രാവശ്യം റീസൈക്ലിംഗ് ആകുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അതിലൂടെ ക്രിപ്റ്റോ ടോക്കണുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൈനിങ് ആക്ടിവിറ്റിയിലൂടെയും NFT മാർക്കറ്റ് പ്ലേസിലൂടെയും ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെയും ടോക്കൺ സിസ്റ്റത്തിലൂടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സ്നേക്കിംഗ് ബോണസിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ക്രിപ്റ്റോ അസറ്റുകൾ അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിന്റെ യൂസേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു നോ റിസ്ക് മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്തുകൊണ്ട് തന്നെ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ആയതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് സ്വിച്ച് ഓഫ് ചെയ്തതാണോ ഷട്ടർ ഇട്ട് പോകാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ഫുൾ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു എന്തില്ല, ഒരു ലോക്ക് പീരീഡ് ഇല്ല, ഇൻസ്റ്റന്റ് ആക്സസ് ആണ്. നിങ്ങൾക്ക് തന്നെ ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വരുമാനങ്ങൾ ഏത് നിമിഷവും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. MLM കൺസെപ്റ്റിലുള്ളത് പോലെയോ മണി ചെയിനിലുള്ളത് പോലെയോ ഒരു സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമിലൂടെയോ അവരാണ് നിങ്ങളുടെ വാലറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 100% ഇതിലൂടെ നിങ്ങളുടെ പ്രോഫിറ്റുകൾ നിങ്ങൾക്കുള്ള വാല്യൂകൾ നിങ്ങളുടെ ഫണ്ടുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കൂടാതെ സ്കെയിലബിൾ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഇതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇത് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും സമയം ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏർലി അഡോപ്ഷന്റെ ഭാഗമായി നിങ്ങൾ ഇതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്രോത്തുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റിയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഹയർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഏതിലൂടെ ലഭിക്കുന്നത്, കോയിൻ ഫോർജിലൂടെ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെയാണ്. ഈ റൈറ്റ് പ്ലേസിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോയിൻ ഫോർജ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ എന്നോട് ഇത്രയും സമയം എന്റെ ഈ ഒരു സെക്ഷൻ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പിലായിട്ട് ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇത് മനസ്സിലായിരിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ മനസ്സിലാകാത്ത ആൾക്കാർ, ഇതിന്റെ ടെക്നോളജി വശങ്ങൾ അറിയാത്ത ആൾക്കാർ, നിങ്ങൾ ആരാണോ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും ഈ ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹത്തിനെ കോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്തുകൊണ്ടോ ഈ പ്രൊജക്ടിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഒരു ഉറപ്പിന്മേൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാം ഷുവർ ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന റൈറ്റ് ആയിട്ട് ഒരു പ്ലേസിൽ നിന്ന് ഫിനാൻഷ്യലി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയും സമയം എന്നോട് സെക്ഷൻ കേട്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ഹോസ്റ്റ് ശബന മഠത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഹാൻഡ് ഓവർ ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു, ഗുഡ് നൈറ്റ്.